ഈ അവസരത്തിൽ ഞാൻ അത് മറന്നുപോയി, ബിസിനസ്സിൻ്റെ കുറച്ച് കാര്യം. നമ്മുടെ പുതിയ 2 പ്രോജക്റ്റിൻ്റെ ഒരു റഫ് ഐഡിയ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യാണ്. അതിൻ്റെ ലോഞ്ച് അടുത്ത മാസമാണ്, ഉദ്ഘാടനം. അതിനെക്കുറിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഞാൻ അവിടെ ഉള്ള നിലയ്ക്ക് ഒന്ന് ഇതിനിടയ്ക്ക് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. ഇത് ബോബി ആൻഡ് മറഡോണ ഓക്സിജൻ സിറ്റി. തൃശ്ശൂരിൽ എൻ്റെ ഒരു 62 ഏക്കർ ഭൂമി കിടക്കുന്നുണ്ട്. അതിൽ കേരളത്തിലെ തന്നെ ഏറ്റവും വലിയൊരു പ്രോജക്റ്റ് 6000 കോടി രൂപയുടെ ഒരു പ്രോജക്റ്റാണ്. അത് 3000 കോടി രൂപയാണ് അതിൻ്റെ ചെലവ് വരുന്നത്. ഏകദേശം 6000 കോടി രൂപയുടെ പ്രോജക്റ്റ്, അതിൽ ഏകദേശം 3000 കോടി രൂപയാണ് ലാഭം പ്രതീക്ഷിക്കുന്നത്. ഇതിൽ 51% ഞാനും എൻ്റെ ഓണർഷിപ്പും, ബാക്കി 49% പബ്ലിക് പാർട്ടിസിപ്പൻസ്, പൊതുജനങ്ങൾക്ക് വേണ്ടിയും ഉള്ള ഒരു സംരംഭമാണ്. ഞാനും പൊതുജനങ്ങളും ചേർന്ന് ചെയ്യാൻ പോകുന്ന ഒരു സംരംഭമാണ്. ഇതിൻ്റെ ഒരു റഫായിട്ടുള്ളൂ, ഫൈനലായിട്ടില്ല. ചില മാറ്റങ്ങൾ പ്രോജക്റ്റുകളിൽ ഉണ്ടാവാം. അടുത്ത മാസമാണ് അതിൻ്റെ ഫൈനൽ ലോഞ്ചിങ് തരിക. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഇതൊക്കെ തരുന്നതാണ്. ഇതിൽ സ്കൂളുണ്ട്. സ്കൂളിൽ ഇത്ര ശതമാനം സ്റ്റുഡൻസിന് സൗജന്യമായിട്ട് നമ്മുടെ ചാരിറ്റിയുടെ ഭാഗമായിട്ട് സൗജന്യ വിദ്യാഭ്യാസം ഏർപ്പാടാക്കും. പിന്നെ തീർച്ചയായിട്ടും പാർപ്പിടം, വില്ലാസ് ആൻഡ് ഫ്ലാറ്റ്സ് ആൻഡ് 5-star ഹോട്ടൽ, ഹോസ്പിറ്റൽ, ഹോളിസ്റ്റിക് സെന്റർ, IT പാർക്ക്. കേരളത്തിൽ തന്നെ ആദ്യമായിട്ടാണ് ഗവൺമെന്റുമായി ചേർന്നുകൊണ്ട് പങ്കാളിത്തത്തിൽ ഒരു IT പാർക്ക് തുടങ്ങാൻ പോകുന്നത്. അതിൻ്റെ ആപ്ലിക്കേഷനും കാര്യങ്ങളൊക്കെ സബ്മിറ്റ് ചെയ്ത് ഏറെക്കുറെ ശരിയായിക്കൊണ്ടിരിക്കുകയാണ്. കേരളത്തിലെ ഗവൺമെന്റ് പങ്കാളിത്തത്തോടു കൂടിയുള്ള ആദ്യത്തെ IT പാർക്കും ഇതിനകത്തുണ്ട്. എന്ന് പറഞ്ഞാൽ എല്ലാം അടങ്ങുന്ന ഒരു സിറ്റിയാണ് ബോബി ആൻഡ് മറഡോണ ഓക്സിജൻ സിറ്റി. നെക്സ്റ്റ്, ഇതെന്താണെന്ന് അറിയാമോ? ബോബി ആൻഡ് മറഡോണ ഗോൾഡ്, ഡയമണ്ട്, പറക്കും ജ്വല്ലറി. ഇത് ഇപ്പോൾ എല്ലാവരും സ്വർണം വാങ്ങുന്നത് ജ്വല്ലറി ഷോറൂമുകളിൽ പോയിട്ടാണ് അല്ലേ? ഇനി ജ്വല്ലറി വീട്ടിലേക്ക് വരാൻ പോവാ. മനസ്സിലായോ? ഇല്ല? ഓക്കെ. ഇത് ലോകത്തിൽ 2ാമത്തേതും ഇന്ത്യയിൽ ആദ്യത്തേതുമാണ്. എന്ന് പറഞ്ഞാൽ സ്വർണം വളരെ വിലക്കുറവിൽ ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ളൊരു ഉപാധി. കേരളത്തിൽ 14 ജില്ലകളിൽ 14 ജ്വല്ലറി തുടങ്ങണമെങ്കിൽ ഓരോ ജ്വല്ലറി 25-50 കോടി മുടക്കി തുടങ്ങുമ്പോൾ അത്രയും ഇലക്ട്രിസിറ്റി ചെലവ്, വാടക, ഫർണിച്ചർ, അത് ഇത് ഒരുപാട് സ്റ്റോക്ക്. അതേസമയം ഒന്നിലാവുമ്പോൾ ഇൻവെസ്റ്റ്മെന്റ് കുറയും. പക്ഷെ എല്ലാ ജില്ലയിലും എത്തുകയും ചെയ്യും. നിങ്ങൾ വിളിക്കുന്നിടത്തൊക്കെ ഇവൻ ഓടി വരും. അതാണ് നിങ്ങളുടെ വിരൽ തുമ്പിൽ ഈ സാധനം വരും. ഇത് ആദ്യത്തെ 1ാമത്തെയാണ്. ഇതിന് എണ്ണം കൂടിക്കൊണ്ടിരിക്കും. പിന്നെ അങ്ങനെ കേരളം, ഓരോ സ്റ്റേറ്റുകൾ, ഓൾ ഇന്ത്യ അങ്ങനെ പോകും. അപ്പൊ ജനങ്ങളിൽ കൂടുതൽ സൗകര്യം, നമ്മുടെ വീട്ട് വാതിൽക്കൽ ജ്വല്ലറി എത്തുക, വില കുറയുക, അങ്ങനെയുള്ള സംവിധാനങ്ങൾ ഇന്ത്യയിലെ ആദ്യത്തെയാണ് ഇത്. അപ്പോ ഇങ്ങനെ 2 സംഭവങ്ങളാണ് ഇവിടെ പുതിയതായിട്ട് എന്നല്ല, വേൾഡിൽ തന്നെ വന്നിട്ടുള്ളത്. അതിനുള്ള ഒരു ടെൻഷനാണ്, ഒരു മിഠായിയാണ് ഇപ്പൊ എനിക്ക് നൽകാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത്. ആദ്യമായിട്ട് വില കുറച്ച് ഇതുപോലെ ഇന്ത്യയിൽ ഒരു ജ്വല്ലറി വരുന്നത് കൊണ്ടും അമേരിക്കയിൽ ആദ്യത്തെ ഒരു ബ്രാൻഡ് നെയിം നമ്മൾ ആദ്യം തുടങ്ങാൻ ശ്രമിച്ചതും, അങ്ങനെ അതിൻ്റെ പിറകിൽ ചില കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് നമ്മുടെ ഒരു എതിർ ഗ്രൂപ്പ് ഒരു വ്യക്തിയെ ഉപയോഗിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയ വഴി എൻ്റെ ഇമേജ് തകർക്കാനും ചെമ്മണ്ണൂർ ബിസിനസ്സിനെ തകർക്കാൻ വേണ്ടി ഒരു കളി കളിക്കാൻ നോക്കി. പലരും കണ്ടു കാണുകയുടെ വാട്സപ്പോ
അത് ഇതൊക്കെ ആയിട്ട് ഒരു വീഡിയോ പ്രചരണം നടക്കുന്നു. അത് ഉടൻ തന്നെ ഹൈക്കോടതിയിൽ നിന്നുള്ള അതിൻ്റെ ഓർഡറും മറ്റ് നിയമ നടപടികളും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഉടൻ തന്നെ ആ ഗ്രൂപ്പിൽ നിന്ന് കാശ് വാങ്ങി ഈ ഫ്രോഡ് പരിപാടി, വൃത്തികെട്ട പണി ചെയ്യാൻ ശ്രമിച്ചവരൊക്കെ കുടുങ്ങിക്കൊണ്ടിരിക്കുന്ന പരിപാടി പാടം തന്നെ പുറത്തേക്ക് വരും. അപ്പോൾ അതിനെക്കുറിച്ചിട്ടുള്ള ഇതാണ് അതിനുണ്ടായ ഒരു കാരണം. മറ്റു ചില കാരണങ്ങളും ബിസിനസ്സിലുണ്ട്. അത് പിന്നെ സ്വാഭാവികമാണല്ലോ. വളർച്ച വരുമ്പോൾ അസൂയയും അസ്വസ്ഥതയൊക്കെ ഉണ്ടാവും. കാരണം പുതിയ പുതിയ സംഭവങ്ങൾ വിഷനുള്ളവർക്ക് അത് കണ്ടുപിടിക്കുമ്പോൾ തീർച്ചയായിട്ടും ശത്രുത വരാറുണ്ട്. ഞാൻ അതൊന്നും കാര്യമാക്കാറില്ല. ഞാൻ വർഷങ്ങൾ മുമ്പ് സ്വർണത്തിൻ്റെ പരിശുദ്ധി നോക്കണ കാരറ്റ് ചെക്കിംഗ് മെഷീൻ ആദ്യമായിട്ട് ഞാൻ കൊണ്ടുവന്നു കേരളത്തിൽ. അന്ന് പല ഭീഷണികൾ എനിക്കുണ്ടായിരുന്നു. പാലക്കാട് വെച്ച് വഴിയിൽ എന്നെ ആക്രമിക്കാൻ വന്നൊരു പോലീസ് കേസൊക്കെ ഉണ്ടായിരുന്നു. കാരണം ഈ മെഷീനിൽ വെച്ച് ടെസ്റ്റ് ചെയ്യുമ്പോൾ പലരുടെയും സ്വർണം ക്വാളിറ്റി ഇല്ല എന്ന് മനസ്സിലാവുകയും നമ്മുടെ സ്വർണത്തിൻ്റെ ക്വാളിറ്റി കാണുകയും ചെയ്യുമ്പോൾ പല കടക്കാരും ഭീഷണിപ്പെടുത്തൊക്കെ ഉണ്ടായിരുന്നു. അതുപോലെ സ്കീം കണ്ടുപിടിച്ചത് ആദ്യമായിട്ട് കേരളത്തിൽ 25 വർഷം മുമ്പാണ്. ഈ സ്കീം ഇന്ന് എല്ലാ ജ്വല്ലറികളിലും ഉണ്ട്. അതുപോലെ കേരളത്തിൽ ആദ്യമായിട്ട് സൽമാൻ ഖാനും ഹെലികോപ്റ്ററും വന്ന് ഉദ്ഘാടനം ചെയ്തു. അന്ന് ഒരു നടനും ആർക്കും ഇല്ല. അന്ന് എന്നെ കുറ്റം പറഞ്ഞ് ഇന്ന് പലരും നടനില്ലാതെ ഉദ്ഘാടനം ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഓരോന്ന് കണ്ടുപിടിക്കുന്നതും കോപ്പി അടിക്കും, അതിൽ തെറ്റില്ല. പക്ഷെ അതൊക്കെ ഇങ്ങനെ പുതിയ പുതിയ സാധനങ്ങൾ വന്നുകൊണ്ടിരിക്കുമ്പോൾ അസ്വസ്ഥത കൂടുന്നു. പല ഭീഷണി കോളുകൾ വരുന്നു. ഓടി 812 കിലോമീറ്റർ വേൾഡ് റെക്കോർഡ് ഓടിക്കപ്പോൾ ഭീഷണി കോൾ ഉണ്ടായിരുന്നു. അത് ഗവൺമെന്റിലേക്ക് 500 കോടി രൂപയുടെ ബ്ലഡ് ബാങ്ക് പദ്ധതിക്ക് അപേക്ഷിച്ചിരിക്കുന്ന ഒരു ടീം ബ്ലഡ് ഫ്രീ ആയിട്ട് ലഭിക്കുമെന്നുള്ള സന്ദേശം പ്രചരിപ്പിക്കുമ്പോൾ അവരുടെ പദ്ധതിക്ക് കോട്ടം വരുന്നത് കൊണ്ട് ഗവൺമെന്റിൽ നിന്ന് 500 കോടി അടിച്ചു മാറ്റാൻ പറ്റില്ല എന്നതുകൊണ്ട് എനിക്ക് ഭീഷണി ഉണ്ടായിരുന്നു. ഓടി തിരുവനന്തപുരത്ത് എത്തില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഞാൻ ആൺകുട്ടിയാണ്, ഞാൻ ജനിച്ചാൽ മരിക്കുന്നത് വരെ ജീവിക്കും. വി ഓൾ ബോൺ ടു ഡൈ. നമ്മളൊക്കെ ചാവാൻ വേണ്ടി ജനിച്ചവരാ, അതിലൊരു തെറ്റില്ല. ജനിച്ചാൽ മരിക്കും, മരിക്കണവരെ നമ്മൾ ആൺകുട്ടിയും പെൺകുട്ടിയായിട്ട് ജീവിക്കും എന്ന ഉത്തരം കൊടുത്തു. ഒരാളും തടഞ്ഞില്ല, ഓടി. അപ്പോൾ ഞാനൊക്കെ അത് വളരെ സിമ്പിളായിട്ട് എടുക്കുന്ന ആളാണ്. ഇപ്പൊ തന്നെ ഈ വീഡിയോ പ്രചരിപ്പിക്കുന്നതിൽ എനിക്ക് ഇഷ്ടപ്പെട്ട 1-2 ഭാഗങ്ങൾ. ബോബി ചെമ്മണ്ണൂരിന് 10,000 ഗേൾ ഫ്രണ്ട്സ് ഉണ്ട് എന്നതാണ്. അതെനിക്ക് ഇഷ്ടപ്പെട്ടു. കാരണം ശ്രീകൃഷ്ണനെ കുറിച്ചൊക്കെ അങ്ങനെ പറയുള്ളൂ അല്ലെ? എത്രയാ? 10,001 എത്രയാ? 16,000. അത്ര എത്തിയിട്ടില്ല. ഞാൻ ആലോചിച്ചു, ഞാനൊരു 5ാം ക്ലാസ്സിൽ തുടങ്ങണം. ദിവസേന ഒരു ഗേൾ ഫ്രണ്ട് വെച്ചാണെങ്കിൽ ഒരു 25 വർഷം കൊണ്ട് ഒരു 10,000 ഗേൾ ഫ്രണ്ട്സ് ഉണ്ടാക്കാം അല്ലേ? ഒരു 5ാം ക്ലാസ്സിൽ തുടങ്ങിയാൽ ഡെയിലി ഒന്ന് വെച്ച് വേണം. അപ്പോ എന്തോരം വലിയ അസംബന്ധമാണ്. ഈ കുപ്രചരണം ചെയ്യണമെങ്കിൽ ഇത്തിരി ബുദ്ധിയും ബോധം വേണം. 1, 2, 0 കുറയ്ക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ ഒരു വിശ്വാസ യോഗ്യത ഉണ്ടായേനെ അല്ലേ? ഒരു 1000, 100 എന്നൊക്കെ പറഞ്ഞാൽ കുറച്ചും കൂടെ ഒരു പ്രാക്ടിക്കാലിറ്റി ഉണ്ടായി പോയിന്. 10,000. അപ്പോ പക്ഷെ ഞാൻ ഐ ടേക്ക് ഇറ്റ് ഈസി. ബോബി ചെമ്മണ്ണൂർ ചാനൽ യൂട്യൂബിൽ കയറി നോക്കിയാൽ, കൈരളിയുടെയും മറ്റ് ചാനലുകളിലൊക്കെ നോക്കിയാൽ കാണാം. എൻ്റെ ഓട്ടം കഴിഞ്ഞപ്പോൾ ഇന്റർവ്യൂവിൽ പല ചോദ്യങ്ങൾ ചോദിച്ചു. നിങ്ങൾക്ക് ആരാധകരുണ്ടോ? യെസ്. ആരാധികമാരുണ്ടോ? യെസ്. ഗേൾ ഫ്രണ്ട്സ് ഉണ്ടോ? യെസ്. വൈ നോട്ട്? ഗേൾ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ മോശമാണോ? ദൈവത്തിന്റെ സൃഷ്ടിയിലുള്ളതാണ് ആണും പെണ്ണും.
ആണും പെണ്ണില്ലെങ്കിൽ നമ്മളൊക്കെ ഉണ്ടാവുമോ? മോശമായ കാര്യമല്ല. ചങ്കുറ്റത്തോടുകൂടെ ഞാൻ പറഞ്ഞു, യെസ്, ഐ ഹാവ് ഗേൾ ഫ്രണ്ട്സ്. കള്ളു കുടിക്കോ? ഞാനൊരു കള്ളുകുടിയനല്ല. എപ്പോഴെങ്കിലും ഇത്തിരി വൈനൊക്കെ കുടിക്കും. ഞാൻ അതിന് അഡിക്റ്റഡ് അല്ല. ഞാൻ മനുഷ്യനാണ്, പച്ചയായ മനുഷ്യനാണ്. ഞാൻ പുണ്യാളനൊന്നുമല്ല. മാത്രമല്ല, അതെൻ്റെ വ്യക്തിപരമായ സ്വാതന്ത്ര്യമാണ്. പിന്നെ ചോദിക്കുന്നവരും കേൾക്കുന്നവരൊക്കെ ഇതിനേക്കാൾ അക്രമമാണ്. പക്ഷെ പകൽ മാന്യന്മാരാണെന്ന് മാത്രം. ഞാനിത് തുറന്നു പറയാനുള്ള ചങ്കുറ്റം ഉണ്ടായി. അത് പറഞ്ഞ വഴിക്ക് എൻ്റെ ലൈക്ക് അങ്ങോട്ട് കൂടി. എന്താണെന്നറിയാം, സത്യം തുറന്നു പറയാനുള്ള ചങ്കുറ്റുള്ള ആൺകുട്ടിയാണ്. മറ്റുള്ളവരൊക്കെ പകൽ മാന്യന്മാരാണ്. കഴിയാവുന്നതും നുണ പറയാതിരിക്കാൻ ശ്രമിക്കുന്ന ഒരു വ്യക്തിയാണ്. പിന്നെ നുണ പറഞ്ഞതൊക്കെ ഒളിച്ചു വെച്ച് പ്രത്യേക ഒരു ഇമേജൊക്കെ ഉണ്ടാക്കി ഒരു മന്ത്രിയോ ഒരു സിനിമാ നടനൊന്നും ആവാൻ ആഗ്രഹിക്കുന്നില്ല. ഞാനിപ്പോൾ ഹാപ്പിയാണ്. കുറച്ച് ചാരിറ്റി പ്രവർത്തനം, സ്പോർട്സ്, ബിസിനസ്, ലൈഫ് എൻജോയ് ചെയ്യുക, അങ്ങനെ ആരും ഉപദ്രവിക്കാതെ പറ്റാവുന്ന സഹായങ്ങളൊക്കെ ചെയ്ത്, അല്ലെങ്കിൽ ആരിൽ നിന്ന് സംഭാവന വാങ്ങിയിട്ടോ തട്ടിപ്പ് നടത്തിയിട്ടോ അല്ലെങ്കിൽ ജീവിതത്തിൽ കാശ് കടം വാങ്ങി തിരിച്ചു കൊടുക്കാതെ, ഒരു കുട്ടിയും പറയില്ല ഒരു രൂപ ആർക്കെങ്കിലും തിരിച്ചു കൊടുക്കാതെ 153 വർഷമായിട്ട് ഒരു കള്ളത്തരം ആർക്കെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ആർക്കെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടോ? സ്വർണം ക്വാളിറ്റി ഇല്ലേ, പറ്റിച്ചോ, അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിൽ ഒന്നും പറയാനുണ്ടാവില്ല. പിന്നെ അടിസ്ഥാനമില്ലാത്ത 10,000 ഗേൾ ഫ്രണ്ടും മറ്റേതൊക്കെ പറയാം. അല്ലെങ്കിൽ വേറൊരു സാധനം കണ്ടു, എൻ്റെ ഓർഫണേജില്, പൂർ ഹോമില് ഈ പറഞ്ഞ എൻ്റെ ഗേൾ ഫ്രണ്ടിനെ താമസിപ്പിച്ചിരിക്കുകയാണ് പോലും. ഗേൾ ഫ്രണ്ടിനെ അവിടെ വെച്ച് അവളുമായി ചില ബന്ധങ്ങളൊക്കെ ഉണ്ടെന്നൊക്കെയാണ് പ്രചരിപ്പിക്കുന്നത്. നിങ്ങൾ എൻ്റെ പൂർ ഹോമിൽ പോയിട്ടുള്ളവർക്ക് കാണാം, വയസ്സായി കിടക്കേക്ക് എടുക്കുന്ന 60, 70, 80 വയസ്സായിട്ടുള്ള വൃദ്ധരാണ് അവിടെ. ഒരൊറ്റ ലേഡീസിനെ ഇന്ന് വരെ അഡ്മിറ്റ് ചെയ്തിട്ടില്ല. ഒരൊറ്റ കുട്ടീനെ അവിടെ കാണാൻ പറ്റില്ല. അപ്പൊ അടിസ്ഥാനമില്ലാത്ത, കാരണം എന്നെ കുറിച്ച് എന്ത് പറഞ്ഞാലും എനിക്കൊന്നും തോന്നില്ല, ഞാൻ തന്നെ തുറന്നു പറയുന്നതാണ്. പക്ഷെ ആ ഒരു പുണ്യസ്ഥലം, അവിടെയുള്ള ആ മിണ്ടാജീവികള് എന്ത് പഴച്ചു, അറ്റ്ലീസ്റ്റ് അങ്ങനത്തെ കാര്യങ്ങളിൽ ഒഴിവാക്കിയിട്ട് എന്നെ പറഞ്ഞോട്ടെ, എനിക്ക് ബുദ്ധിമുട്ടില്ല. അതിലൊക്കെയാണ് ഒരു വിഷമം എനിക്ക് തോന്നിയത്. നല്ല കാര്യങ്ങൾ ചെയ്യുന്നു, സംഭാവന വാങ്ങുന്നില്ല. ഇനി ആരെന്തൊക്കെ പറഞ്ഞാലും എനിക്ക് എൻ്റെ മനസാക്ഷിയോട് ചോദിക്കുമ്പോൾ ഒരു ഉത്തരം കിട്ടും. അതാണ് ഏറ്റവും വലിയ ഉത്തരം. കുറെ പേര് വിശ്വസിക്കുന്നവരും വിശ്വസിക്കാത്തവരൊക്കെ ഉണ്ടാവും. ഇനി അല്ലെങ്കിൽ തന്നെ വിമർശനം ഒരു മോശമായ കാര്യമല്ല. ഇന്നാൾ ഇന്റർവ്യൂ ചെയ്തു, അമേരിക്കയിൽ വെച്ചൊരു ഇന്റർവ്യൂ ചെയ്തു. ഇത് കണ്ടപ്പോ നിങ്ങളെ പലരും വിമർശിക്കുന്നുണ്ടല്ലോ, ഇത്രയധികം നല്ല കാര്യങ്ങൾ ചെയ്തിട്ടും. ഞാൻ പറഞ്ഞു, വിമർശനം ഞാൻ ഇഷ്ടപ്പെടുന്നു. അത് ഓരോ വ്യക്തിയുടെയും സ്വാതന്ത്ര്യമാണ്. ഞാൻ ഇന്നാൾ ഇവിടുന്ന് കോഴിക്കോട് നിന്ന് തൃശ്ശൂർക്ക് പോവാ കാറില്. അപ്പോൾ മൂത്രമൊഴിക്കാൻ മുട്ടിയപ്പോൾ വഴിയിൽ നിർത്തി ഒരു ഇടവഴിയിൽ കയറി ആരും ഇല്ലാത്തൊരു സ്ഥലത്ത് നോക്കി മൂത്രമൊഴിക്കുക. ഒരുത്തൻ ഫോട്ടോ എടുത്തിട്ട് ഫേസ്ബുക്കിലിട്ടു. ഇതെനിക്ക് ആദ്യം ദേഷ്യം വന്നു. ഞാൻ ചിന്തിച്ചപ്പോൾ ഞാൻ എന്തിനാ ദേഷ്യപ്പെടുന്നേ? ടേക്ക് ഇറ്റ് ഈസി. കേരളത്തിലെ ജനസംഖ്യ 4 കോടി ജനങ്ങളിൽ 3,99,99,000 പേരും മൂത്രമൊഴിച്ചാൽ ഫോട്ടോ എടുക്കാൻ ആളുണ്ടാവില്ല റോട്ടില്. ഒരു 100 പേര്, കുറച്ച് മന്ത്രിമാരോ നടന്മാരോ അല്ലെങ്കിൽ ഇതുപോലെയുള്ള സെലിബ്രിറ്റി ആയവർ, അല്ലേ? അതൊരു വലിയ കാര്യമല്ലേ? അപ്പൊ എന്നെ ശ്രദ്ധിക്കുന്നുണ്ട്. ഞാൻ എവിടെയാ മൂത്രം ഒഴിക്കുന്നത്, ഞാൻ എന്തിട്ടാ നടക്കുന്നത്. അതൊരു പോസിറ്റീവായിട്ടൊരു സുഖം കിട്ടി എനിക്ക്. എന്നാലും അതിന് നെഗറ്റീവും പോസിറ്റീവും കമന്റ്സുകൾ വന്നു. അപ്പൊ അത് പോസിറ്റീവായിട്ട് എടുക്കുക. വിമർശനം നമുക്ക് നമ്മളിൽ കോൺഫിഡൻസ് വളർത്തുകയാണ്. ഞാൻ ഉയരുന്നു എന്ന്. അതേസമയം മനുഷ്യനല്ലേ, 10 കാര്യം ചെയ്യുമ്പോൾ ഒന്നോ 2 തെറ്റുകൾ വരാം.
ഈ വിമർശനത്തിൽ നിന്ന് അത് ചൂണ്ടിക്കാണിക്കുമ്പോൾ അത് മനസ്സിലാക്കിയെടുക്കാനും തെറ്റ് തിരുത്താനും അവസരമുണ്ട്. അതിലും തെറ്റൊന്നുമില്ല. പിന്നെ ചോദിച്ചു, നിങ്ങൾ ചാരിറ്റി പ്രവർത്തനം ചെയ്യുന്നുണ്ട്, ഈ വീഡിയോക്കാരൊക്കെ ചോദിക്കുമ്പോൾ നിങ്ങൾ അതിനെക്കുറിച്ച് പറയുന്നു, അത് ഇടത്തെ കൈ കൊടുക്കുന്നത് വലത്തെ കൈ അറിയാൻ പാടില്ലല്ലോ എന്നൊക്കെയല്ലേ? ഞാൻ പറഞ്ഞു, ഞാൻ അതിൽ വിശ്വസിക്കുന്നില്ല. ഞാൻ ചെയ്യുന്നത് വിളിച്ചു പറയും. കാരണം മദർ തെരേസ ഇതൊക്കെ ചെയ്യുന്നത് കണ്ടിട്ട്, പുസ്തകം വായിച്ചിട്ടും അവരെ കണ്ടിട്ടാണ് ഞാൻ അറിഞ്ഞത്. ഞാൻ ഇതിലേക്ക് വരാൻ കാരണം, എല്ലാ തോന്നിവാസവും കാണിച്ച് കോളേജിൽ തെണ്ടിത്തിരിഞ്ഞ് നടക്കുമ്പോൾ ഒരു ചേഞ്ച് എന്നിലേക്ക് വരുത്തിയത് ഈ മദർ തെരേസയുടെ പുസ്തകവും കാര്യങ്ങളും പഠനവുമാണ്. മദർ തെരേസ ചെയ്യുന്നത് സീക്രട്ടായി സൂക്ഷിച്ചാൽ ഞാൻ ഇതിലേക്ക് വരുമോ? ഇല്ല. ഞാൻ ചെയ്യുന്നത് സീക്രട്ടായിട്ട് സൂക്ഷിച്ചാൽ മറ്റുള്ളവർ ചാരിറ്റിയിലേക്ക് വരുമോ? ഇല്ല. ഇന്ന് ഞാൻ ചെയ്യുന്നേക്കാൾ ഒത്തിരി നന്നായിട്ട് പലരും ചെയ്യുന്നുണ്ട്, മുമ്പ് ചെയ്യാത്തവർ. അവർക്കൊരു മാതൃകയാണ്. പിന്നെ ഞാനിത് ചെയ്യുമ്പോൾ പലരും എന്നെ പ്രോത്സാഹിപ്പിക്കുന്നു, അപ്രിഷ്യേറ്റ് ചെയ്യുന്നു. അതൊക്കെ ഒരു സുഖം, പോസിറ്റീവ് എനർജി, കൂടുതൽ പ്രവർത്തിക്കാനുള്ള ശക്തിയല്ലേ? ആരാ ആഗ്രഹിക്കാത്ത ഇതൊക്കെ? സോ സത്യസന്ധമായ കാര്യങ്ങളിൽ ഉദ്ദേശശുദ്ധി നല്ലതാണെങ്കിൽ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളിൽ നമുക്ക് ആനന്ദിക്കാം. മറ്റുള്ളവർക്കൊരു ദോഷം വരരുത് എന്ന് മാത്രം.